എല്ലാവരും ഒരുമിച്ച് ഇന്ന് സണ്ണിച്ചാൻ്റെ റിട്ടയർമെന്റ് ഫംഗ്ഷന് പോയ വിശേഷങ്ങളും അതുപോലെ തന്നെ ഗ്രേസിനെ സ്കൂളിൽ വിടണ കുറച്ച് വിശേഷങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് വീഡിയോ ആണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും വൈഡ് വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്കൂള് തുടങ്ങിയില്ലേ, അപ്പൊ ഉത്തരവാദിത്തങ്ങളും കൂടി. അപ്പൊ ഇച്ചിരി നേരത്തെയാണ് ഇന്ന് എണീറ്റത്. ഇന്ന് തന്നെയല്ല, സ്കൂള് സ്റ്റാർട്ട് ചെയ്ത ദിവസം തുടങ്ങി നേരത്തെയാണ് എണീക്കണേ. അല്ലെങ്കിൽ ഇച്ചിരി മടി പിടിച്ച് കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങിയിട്ടാണ് എഴുന്നേൽക്കാറ്. അപ്പം അങ്ങനെ അതേ ഗ്രീൻ പീസ് നല്ല വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചായിരുന്നു. അത് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി മാത്രം ഇട്ടിട്ട് ഞാനൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാണ് കേട്ടോ. ഇനി കുക്കറിൽ ഉച്ചക്കത്തേക്കുള്ള ചോറ് വയ്ക്കാൻ പോവാണ് കേട്ടോ. ഗ്രീൻ പീസ് കറി വയ്ക്കുമ്പോൾ ഞാൻ സവോളയും അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് വേവിക്കാറുണ്ട്. ഇന്ന് പിന്നെ ഇങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. കറി റെഡി ആക്കുമ്പോൾ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഇടാൻ ഉള്ള പ്ലാനാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ 2 കുക്കറും വിസിലടിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചോറ് വെന്തു, ചോറിൻ്റെ വിസിലൊക്കെ പോയി വെന്തു, ഗ്രീൻ പീസും വെന്തു. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ സവോളയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് വഴറ്റാൻ വേണ്ടി വെക്കാണ് കേട്ടോ. ഗ്രേസിന് കുറേ കറികൾ 1-2 കറികളൊന്നും എടുത്ത് മുമ്പൊക്കെ അവൾക്ക് സെപ്പറേറ്റ് പ്ലേറ്റുകളിൽ കൊടുത്തയക്കുന്നതൊക്കെ ഇഷ്ടമായിരുന്നു. പിന്നെ LKGയുടെ ലാസ്റ്റ് സ്റ്റേജൊക്കെ ആയപ്പോൾ ആൾ എന്നോട് പറഞ്ഞു, ചോറിൻ്റെ കൂടെ എന്താണ് കറിയുള്ളത് മിക്സ് ചെയ്ത് തന്നാൽ മതി സ്പൂണിട്ട്. അപ്പോൾ അവൾക്ക് ഫസ്റ്റ് ആവാലോ, വേഗം എണീക്കാൻ, ഭക്ഷണം കഴിച്ച് വേഗം പരിപാടി തീർക്കാനുള്ള ഇതാണ്. കറി എന്താണെന്ന് വെച്ചാൽ മിക്സ് ചെയ്ത് മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞേക്കണേ ലഞ്ച് ബോക്സിൽ. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഞാൻ ചോറിൻ്റെ കൂടെ അവൾക്ക് കടലക്കറി മിക്സ് ചെയ്ത് കൊടുത്തയച്ചു. ഇന്ന് ഗ്രീൻ പീസ് അങ്ങനെ മിക്സ് ചെയ്ത് അങ്ങനെ കൊടുത്തയക്കാനുണ്ട് വിചാരിച്ചാണ്. അവൾക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ്. സെപ്പറേറ്റ് കറികൾ കൊടുത്തയച്ചാൽ അത്ര വലിയ താല്പര്യമില്ല, പക്ഷെ കഴിച്ചിട്ട് വരും. അപ്പോൾ എന്തായാലും അവളുടെ ഇഷ്ടത്തിന് അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ സവാളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലോണം ഒന്ന് വാടി കഴിഞ്ഞപ്പോൾ ഞാൻ മുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും മാത്രം ഇട്ടിട്ടാണ്, മസാലപ്പൊടികളായിട്ട് അത്രയാണ് ഇട്ടത്. കാരണം മഞ്ഞൾപ്പൊടി ഓൾറെഡി ഞാൻ വേവിച്ചപ്പോൾ ഇട്ടായിരുന്നുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ അപ്പാപ്പയുള്ള പാത്രങ്ങൾ, അതായത് കുക്കർ ഉണ്ടായിരുന്നതൊക്കെ കഴുകി വേഗം മാറ്റി വെച്ചു, അല്ലെങ്കിൽ പാത്രങ്ങൾ ഇങ്ങനെ നിറഞ്ഞ് ഇതാവും. ഗ്രേസൂട്ടി ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പം കുറച്ച് നേരം ഒന്ന് എടുത്തുനിന്ന് ഇങ്ങനെ പുന്നരിപ്പിച്ചൊക്കെ കൊണ്ട് നടന്ന ആൾ നല്ല എനർജറ്റിക് ആയിക്കോളും. പിന്നെ ഞാൻ ഈ 2 ദിവസം മുമ്പ് പറഞ്ഞായിരുന്നല്ലോ, ഞങ്ങൾക്കൊരു റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗ്രേസിനൊക്കെ റെഡിയാക്കണ നേരം കൊണ്ട് നിങ്ങൾ ആ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വായു. 2-3 ദിവസം മുമ്പ് ഞങ്ങൾ എല്ലാവരും കൂടി പോയി അറ്റൻഡ് ചെയ്തൊരു ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും ഗ്രേസിൻ്റെ റെഡിയാക്കിയിട്ട് വരാം. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു റിട്ടയർമെന്റ് പ്രോഗ്രാം ഉണ്ട്. നമ്മുടെ സണ്ണിച്ചേട്ടൻ്റെ വേറെ സണ്ണിച്ചേട്ടൻ അതെ പ്രിൻസസ് ഡേ ഇവിടെ കുടം പിടിച്ച് നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ മള്ളിശ്ശേരിയിലെ ആന്റി ഉണ്ടല്ലോ, നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആന്റിയുടെ മോളുടെ ഹസ്ബൻഡ്, അതായത് ഞങ്ങളുടെ സണ്ണിച്ചേട്ടൻ. അപ്പൊ സണ്ണിച്ചേട്ടൻ്റെ റിട്ടയർമെന്റ് ആണ്, പോലീസുകാരനാണ് ആള്. അതെ. അപ്പോൾ ചേട്ടൻ്റെ നെടുമ്പാശ്ശേരി SI ആണ്. അപ്പോൾ നമ്മുടെ സണ്ണിച്ചേട്ടൻ്റെ റിട്ടയർമെന്റിന് വേണ്ടി ഞങ്ങളൊക്കെ പോണേ. ലീ ചേച്ചി ഫാമിലി അവർ വീട്ടിലേക്ക് പോയേക്കാണ്. അപ്പോൾ അവരവിടെ നിന്ന് അവരെടുത്തിട്ട് വേണം ഞങ്ങൾക്ക് ഒരുമിച്ച് പോവാനായിട്ട്. ആന്റി വന്നിട്ടുണ്ട്. ഈച്ചയല്ല, കൊതുക്. അപ്പൊ എന്നിട്ടായാലും ഒന്നില്ല, അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നമ്മുടെ വീഡിയോ. എന്റെ ബാഗ് എടുത്തിട്ട് വരാം. ഞാൻ എടുത്തോളാം. പെട്ടിയും ഭാണ്ഡവും കൊണ്ടുപോകും. മഴയ്ക്ക് മുമ്പ് നാട് കിടക്കണം. അങ്ങനെ വണ്ടിയിൽ കയറി. സ്റ്റീവ് ഇത്ര നേരമായിട്ട് എണീറ്റിട്ടില്ല, കുറച്ചു നേരമായി ഉറങ്ങണേ. ഇനിയിപ്പോ ചേച്ചി വീട് എത്തുമ്പോഴേക്കും എണീക്കുമായിരിക്കും വിചാരിക്കുന്നു. ഇന്നാണെങ്കിലോ നല്ല സൂപ്പർ വെയിലുള്ള ദിവസം, പക്ഷെ എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. പ്രാർത്ഥിച്ച് രാവിലെ വെയിൽ തന്നു, വൈകുന്നേരത്തേക്ക് മഴ മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനത്തെ ഒരു ദിവസമായി പോയി. ഒന്ന് നാളെ എങ്ങനെ ആയിരിക്കും. ചേച്ചി വരുന്നുണ്ട്, അഞ്ജലിക്കുട്ടി വന്നു.
അപ്പോൾ അതേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളിത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രേസ് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, കാരണം അഞ്ജലി ചേച്ചിനെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ്. സ്റ്റീവ് ആണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ നല്ല ട്രാഫിക് ബ്ലോക്ക് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഡീസൽ അടിക്കാൻ വേണ്ടി കയറി. അപ്പോൾ അതേ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് പറ്റിയൊരു വലിയൊരു അബദ്ധം എന്ന് പറയുന്നത്, ഞാൻ ഇന്ന് ഇട്ടേക്കുന്ന ടീഷർട്ട് പുതിയ ടീഷർട്ടാണ്. അപ്പം അത് ഞങ്ങൾ മേടിച്ച സമയത്ത് ഇട്ട് നോക്കിയപ്പോൾ സന്നിചേട്ടൻ പാൻറ് അല്ല ഇട്ടായിരുന്നത്, 3/4 ട്രൗസറാണ് ഇട്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ടീഷർട്ട് ഇട്ടപ്പോൾ അത് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തു. എനിക്ക് നല്ല ഇഷ്ടമായി ആ ടീഷർട്ട് ഇപ്പം ഇട്ടേക്കണത്. പക്ഷെ പാൻറ് ഇട്ട് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇതൊരു ജുബ്ബ പോലെയായി, നല്ല നീളം. ഓൾറെഡി ഞാനിപ്പോൾ ഇച്ചിരി വണ്ണം വെച്ചിരിക്കണ കാരണം ഇച്ചിരി നോർമൽ യൂസ് ചെയ്യുന്നതിനേക്കാളും XL നോർമൽ സൈസ്, XXL വേണം, എനിക്ക് പാകാവില്ല എന്നൊക്കെ പറഞ്ഞ് XXL എടുത്തതായിരുന്നു. അപ്പോൾ ഷോൾഡറൊന്നും അത്രയും ഇറങ്ങിയിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊരു ഇതുള്ളൂ. പക്ഷേ ലെങ്ത് അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അപ്പോൾ അന്ന് എടുത്ത സമയത്തൊന്നും ഫീൽ ചെയ്തില്ല. ഇട്ട് വന്നപ്പോൾ ഇച്ചിരി ജുബ്ബ നിങ്ങൾക്ക് കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടോ എന്നെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ജുബ്ബ സ്റ്റൈൽ ഫീൽ ചെയ്തു. അപ്പോൾ ഇനി ഞാനങ്ങനെ പറഞ്ഞപ്പോൾ തുടങ്ങിയ സനചേട്ടൻ ഭയങ്കര കൺഫ്യൂഷനിലുള്ള കോൺഫിഡൻസ് മൊത്തം പോയിരിക്കുകയാണ്. പുതിയ ടീഷർട്ട് ഇട്ട് പോകണേൻ്റെയും നല്ല ലൈറ്റ് കളറാണ്. സനചേട്ടൻ ഹാപ്പിയാണ്. ടീഷർട്ട് എടുത്തപ്പോഴാണെങ്കിലും ഹാപ്പി ആയിരുന്നു. പിന്നെ ഇട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഞാനിങ്ങനെ പറഞ്ഞ് ലെങ്ത് ഇച്ചിരി കൂടുതലുണ്ടെന്ന് തോന്നണേലോ എന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയ ആ കോൺഫിഡൻസ് അങ്ങനെ നശിച്ചിട്ടാണ് വണ്ടിയിലിരിക്കണത്. പക്ഷേ നമ്മുടെ വണ്ടിയിൽ ഒരു സ്പെയർ എപ്പോഴും ഉണ്ടാവും. ഷൂട്ടിനൊക്കെ പോകുമ്പോൾ വണ്ടിയിൽ എന്തായാലും ഡ്രസ്സ് എക്സ്ട്രാ ഉണ്ടാവും. അപ്പോൾ ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പയ്യെ പോയി മാറാം എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കണത്. കാരണം എൻ്റെ ചേച്ചിയോടും ജാനോടും കൂടി സജഷൻ ചോദിക്കാം എന്നൊക്കെ പറഞ്ഞ്, കാരണം ഞാനൊരു അഭിപ്രായം പറഞ്ഞു വന്നാലും 2-3 പേരിങ്ങനെ മോശമാണെന്ന് എന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ അവരും ഏകദേശം ഈ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നും കൂടി ഇപ്പം നമ്മൾ പുറത്തേക്ക് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ അത്രയും കോൺഫിഡൻസോടുകൂടി ഒരു സംഭവം ഇട്ടിട്ട് പെട്ടെന്ന് അത് ഇല്ലാണ്ടാവുമ്പോഴൊരു വിഷമമുണ്ടല്ലോ, ആ ഒരു ഇതിലാണ്. അപ്പോൾ അതേ സ്റ്റീവ് ഏട്ടനെ ഞാൻ പഴം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റീവിൻ്റെ പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ട് ഞാൻ ഡ്രസ്സ് മാറ്റി അവനെ കിടത്തി, കാരണം അല്ലെങ്കിൽ അവൻ എന്തായാലും നമ്മൾ പോണ നേരത്തെ അല്ലെങ്കിൽ വാശി പിടിക്കും. ഉറക്കത്തിൽ ഡ്രസ്സ് മാറ്റാന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ അവന് പഴമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതേ അവൻ ഫുള്ളൊന്നും കഴിച്ചില്ല, കുറച്ചൊക്കെ കഴിച്ച് അത്യാവശ്യം വിശപ്പൊക്കെ മാറ്റി. അപ്പോൾ അതേ ഞങ്ങൾ പോവാണ്, വർത്താനൊക്കെ പറഞ്ഞ് പോവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ നേരത്തെ ഇറങ്ങിയായിരുന്നു, കാരണം പോലീസുകാർ അവരുടെ വണ്ടിയിൽ അവരെ കൊണ്ടാക്കും. പിന്നെ അവിടെ എന്തൊക്കെയോ സ്വീകരണം, അങ്ങനെ എന്തൊക്കെയോ ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ എത്തിയത്. പക്ഷെ എത്തിയപ്പോൾ ഇച്ചിരി ലേറ്റായി പോയി, കാരണം നല്ല ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. പോലീസിന്റെ വണ്ടി കിടക്കുന്നത് 32 വർഷം. അപ്പോൾ അതേ ഞങ്ങൾ വണ്ടിയൊക്കെ സൈഡിലൊക്കെ ഒന്ന് പാർക്ക് ചെയ്തു. ഞങ്ങൾ പോവാണ് കേട്ടോ. ഇച്ചിരി വിഷമമുണ്ട്, കാരണം അവർ കൊണ്ടാക്കണം. ഞങ്ങൾ ഇതുവരെ അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സണ്ണി ചേട്ടൻ. അപ്പോൾ അതേ ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. ഈ സണ്ണി ചേട്ടൻ്റെ കോൺഫിഡൻസ് പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതേ ഞങ്ങളങ്ങനെ എത്തി. അവിടെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സണ്ണി ചേട്ടനുള്ള ഗിഫ്റ്റൊക്കെ കൊടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് എന്തായാലും യൂണിഫോം ഊരിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ യൂണിഫോമിൽ അങ്ങനെ കാണാൻ പറ്റി. അപ്പോൾ അതേ ഞങ്ങളിനി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇപ്പോൾ ചേച്ചിയും ഫാമിലിയും ഒക്കെ എത്തി, ഗിഫ്റ്റൊക്കെ കൊടുത്തു. പിന്നെ ചേച്ചി ഫാമിലിയൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും എത്തുള്ളൂ കേട്ടോ. ഗ്രേസ് കുട്ടി ആണെങ്കിൽ അഞ്ജലിക്കുട്ടീനെ പിടിച്ചോണ്ട് നടക്കാണ്. അഞ്ജലി ചേച്ചിനെ അങ്ങോട്ട് കൊണ്ടുപോകലും ഇങ്ങോട്ട് കൊണ്ടുപോകലൊക്കെ ആയിരുന്നു. സ്റ്റീവുട്ടൻ അപ്പയുടെ കൂടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുത്തു. ഞങ്ങൾ പറഞ്ഞില്ല നേരത്തെ, മള്ളിശ്ശേരിയിലത്തെ ആൻറ്റിയുടെ മോളുടെ ഹസ്ബൻഡാണ് ഇത്. ഈ അറ്റത്തേക്ക് എന്താണ് കേട്ടോ മേരി കുഞ്ഞേച്ചി. അപ്പോൾ അങ്ങനെ സന്നിചേട്ടൻ നൈസായിട്ട് പോയി നമ്മുടെ വണ്ടിയിൽ പോയി ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഡിപ്പാർട്ട്മെന്റ് എനിക്ക് സെൻഡ് ഓഫ് ഒക്കെ നൽകി ഇവിടെ ആക്കിയാണ്. എൻ്റെ വീട്ടിലാണത്. അപ്പോൾ പരിപാടികളൊക്കെയാണ്. നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലെ SI ആയ ശ്രീ ബൈജു കുര്യൻ, സബ് ഇൻസ്പെക്ടർ ബൈജു കുര്യൻ ഒരു
ഭക്തിഗാനത്തോടു കൂടി നമ്മുടെ ചെറിയ കലാ വിരുന്ന് ആരംഭിക്കുകയാണ്. ബൈജു കുര്യന് ശേഷം ആർക്കെങ്കിലും പേരെടുത്ത് പറയുന്നില്ല, ഇതിൻ്റെ അകത്ത് പാടാനോ എന്തെങ്കിലും കലാപരിപാടി അവതരിപ്പിക്കാൻ താല്പര്യമുള്ള ആർക്കു വേണമെങ്കിലും മുന്നോട്ട് വരാം, അവരുടേതായ സംഭാവനകൾ കാഴ്ചവെക്കാം. താങ്ക് യു. നീണ്ട 30 വർഷം പൊതുജനങ്ങളുമായിട്ടുള്ള സേവനത്തിന് ശേഷം ഇന്ന് സർവീസിൽ നിന്ന് സബ് ഇൻസ്പെക്ടർ സണ്ണി സാറ് വിരമിക്കുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ ഏത് സമയത്തും ഏത് തിരക്കായാലും വളരെ താല്പര്യത്തോടുകൂടി അതിൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടി സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഡ്യൂട്ടി സംബന്ധമായ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. വളരെ സരസമായ രീതിയിൽ സ്റ്റേഷനിൽ സഹപ്രവർത്തകരോട് പെരുമാറുകയും നല്ല രീതിയിൽ എല്ലാവരോടും നല്ല രീതിയിലുള്ള ഒരു സമീപനമായിരുന്നു സണ്ണി സാറിൻ്റെ. വരുന്നുള്ളൂ എനിക്ക് തോന്നുന്നു. എല്ലാ രീതിയിലുള്ള ആശംസകളും നേരുന്നു. ഒരു പ്രാർത്ഥനാ ഗീതത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. അപ്പം അങ്ങനെ അതേ ഫങ്ഷനൊക്കെ ആരംഭിച്ചു. ആൾക്കാരൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ പാട്ടിങ്ങനെ കേട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉള്ളത് കൊണ്ട് റിയൽ ആയിട്ടുള്ള വീഡിയോ വോയിസ് ഇതിൽ പ്ലേ ചെയ്യാത്തതാണ് കേട്ടോ. പിന്നെ അത് കഴിയുമ്പോൾ ഓരോരുത്തരായിട്ട് ശരിക്കും കാക്കിക്കുള്ളിലെ കലാകാരന്മാരെന്ന് പറയില്ലേ, അത് പെർഫെക്റ്റ് ആയിരുന്നു. കുറേ പേര് ഡാൻസും പാട്ടും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ടൊക്കെ നടന്നു. അപ്പം ഞാൻ ഗ്രേസിനുള്ള ഫുഡ് കൊടുക്കുകയാണ്. ഗ്രേസ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇറച്ചിയുടെ പീസൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. സ്റ്റീവിന് അതിൻ്റെ ഇടയിൽ കുറച്ച് ചോറ് ഇങ്ങനെ വാരി കൊടുക്കുകയാണ് കേട്ടോ. ബിരിയാണി ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇവിടെ ഫംഗ്ഷന് ഇങ്ങനെ ഡാൻസും അവിടെയുള്ള ചേട്ടന്മാരുടെ ഡാൻസും പിള്ളേരുടെ ഡാൻസും അങ്ങനത്തെ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സിജി ചേച്ചി ഫാമിലി എല്ലാവരും എത്തി. പിന്നെ ഞങ്ങളുടെ റിലേറ്റീവ്സും എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന ഫംഗ്ഷനുകളൊക്കെ ഇങ്ങനെ പാട്ടും കണ്ടൊക്കെ ഞങ്ങളിങ്ങനെ എല്ലാവരും അവിടെ ആസ്വദിച്ച് നിൽക്കുക. ഞാൻ ഗ്രേസിനെ കൈ കഴുകാൻ വിടൽ, സ്റ്റീവിനെ നോക്കൽ, അങ്ങനത്തെ പരിപാടികളിൽ ഇങ്ങനെ ഇതായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. ഞാൻ കഴിച്ചോളാൻ പറഞ്ഞു. ഞാൻ സ്റ്റീവിനെ നോക്കിക്കോളാം, സണ്ണിച്ചേട്ടൻ കഴിച്ചിട്ട് വേഗം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവരവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങളിങ്ങനെ പുറത്ത് ഇങ്ങനെ റോട്ടിൽ ഇങ്ങനെ ഗ്രേസും സ്റ്റീവും എന്തൊക്കെയാണ് ചെയ്യണമെന്നൊക്കെ നോക്കിയാൽ നടക്കുകയാണ്. സ്റ്റീവാണെങ്കിൽ ഫ്രണ്ടിൽ ഫുൾ ഇങ്ങനെ അവർ മാല ബൾബൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുമൊക്കെ നോക്കി തൊടാൻ നോക്കും, അങ്ങനെ ഓടും കളിക്കും. എന്തായാലും ചേച്ചിയുടെ കൂടെ ആൾ നല്ല ഹാപ്പിയാണ്. ഇപ്പോൾ നടന്നു തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഓടി നടക്കാനും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ആൾ. അപ്പോൾ അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ കേട്ടോ. സ്റ്റീവിനെ നമ്മുടെ സി ചേച്ചിയുടെ മോളും അഞ്ജലിക്കുട്ടി എല്ലാവരും എടുത്തു. അങ്ങനെ അന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി ഗ്രേസിനെ സ്കൂളിൽ വിടണ്ടേ, വിശേഷങ്ങൾ പറഞ്ഞിരുന്ന കയറില്ലല്ലോ. അവന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് കഴിയുമ്പോഴേക്കും വീട്ടിലേക്ക് പോകട്ടെ. അപ്പോൾ ഇനി ഗ്രേസിനെ സ്കൂളിൽ വിടാം. അങ്ങനെ ഗ്രേസ് കുട്ടീനെ ഞാൻ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ആളിതേ റെഡി ആയിട്ട് ഹാളിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ലഞ്ച് ബാഗും സ്നാക്സ് ബോക്സും എല്ലാം ഫില്ല് ചെയ്തു, വാട്ടർ ബോട്ടിലും എല്ലാം ഫില്ല് ചെയ്തതേ ലഞ്ച് ബാഗിലേക്ക് വെക്കുകയാണ്. പിന്നെ ഇനി അവൾക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ രാവിലെ ഞാൻ ചോറും അല്ലെങ്കിൽ കഞ്ഞിയോ അങ്ങനെ തന്നെ, കഞ്ഞിയാണ് മിക്കപ്പോഴും കൊടുക്കാറ്. ഇന്ന് ചോറാണ് കേട്ടോ കൊടുക്കണം. കാരണം രാവിലെ തന്നെ വയറിന് സുഖവും ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഛർദ്ദിക്കാണ്ടിരിക്കാനോ ടെൻഡൻസി ഒക്കെ വേണമെങ്കിൽ കഞ്ഞിയാണ് ഏറ്റവും ബെറ്റർ. ഗ്രേസിന് അതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഞ്ഞിയാണ് ചൂടോടുകൂടി അങ്ങനെ കണ്ട കഞ്ഞി കൊടുക്കാറ്. പിന്നെ ഇന്ന് ഗ്രേസിൻ്റെ കളിക്കുടുക്ക വന്ന ദിവസമാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് അവളവിടെ കളിക്കുടുക്ക നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഇങ്ങനെ കുറച്ച് ടോയ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് തുണികളൊക്കെ മടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഗ്രേസിനോട് വർത്താനൊക്കെ പറഞ്ഞ് മടക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ. അങ്ങനെ ഗ്രേസ് പോയി. സ്റ്റീവ് അതിൻ്റെ ഇടയിൽ എഴുന്നേറ്റായിരുന്നു. അപ്പോൾ പിന്നെ അവൻ കുറച്ച് നേരം പാലൊക്കെ കുടിച്ച് ആൾ കിടന്ന് ഉറങ്ങി. ഇനി അധികം നേരമില്ല, വേഗം അവൻ എഴുന്നേൽക്കും. അപ്പം ഞാൻ ഇന്ന് ഗ്രീൻ പീസ് കറി വെച്ചിട്ടുണ്ടല്ലോ, അപ്പം ഞാൻ ഇന്ന് ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടി ചപ്പാത്തിപ്പൊടി നമ്മുടെ ആട്ടപ്പൊടി ഇട്ടിട്ട് ഉപ്പും നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് ഞാൻ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്.
പിന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിക്കുന്നുണ്ട്. നെയ്യും കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ ചപ്പാത്തി അങ്ങനെ എന്താ പറയുക അപ്പം തന്നെ ഉണ്ടാക്കാണ് കേട്ടോ. അധികം നേരം വെയിറ്റ് ചെയ്യണില്ല. ശരിക്കും നെയ്യിട്ട് കഴിഞ്ഞാൽ നെയ്യ് വെച്ചിട്ട് കുറച്ച് നേരം നമ്മൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവും. ഇപ്പോൾ സോഫ്റ്റിന് കുറവൊന്നുമില്ല, എന്നാലും പരത്താനൊക്കെ നല്ല സൂപ്പർ. ഇച്ചിരി നേരം ഒരു 5 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ച അടിപൊളിയാണ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ ഇഷ്ടമാവാനില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യാനും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ കമൻസിന് റിപ്ലൈ മാക്സിമം തരാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല രീതിയിൽ ഡിലേ ആണെന്നറിയാം. കുറേ പേര് കമൻറ്റ് ഇട്ടായിരുന്നു, ഇനി ഞാൻ കമൻസ് ഒന്നും ഇടണില്ല, നിങ്ങൾ റിപ്ലൈ തരണില്ലല്ലോ എന്ന് മനസ്സിലാവും. നിങ്ങൾ കമൻറ്റ് ഇട്ടിട്ട് റിപ്ലൈ തരാണ്ടാവുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അറിയാം. പക്ഷേ എല്ലാവരുടെയും കമൻസ് വായിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പം നമ്മൾ 2 വീഡിയോസ് ഇടാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ ഇച്ചിരി ലേറ്റ് ആവുന്നുണ്ട്. രാവിലെ അല്ല, ഉച്ചയ്ക്ക് 12 മണിക്കും വൈകുന്നേരം 8:30ക്കാണ് വീഡിയോസ് ഇടാൻ ശ്രമിക്കണത്. ചില ദിവസങ്ങളിൽ പെർഫെക്റ്റ് ടൈമിങ്ങിലൊക്കെ ചെയ്യാറുണ്ട്. ചില ദിവസങ്ങളിൽ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂർ ഗ്യാപ്പിൽ ലേറ്റ് ആവുകയാണെങ്കിൽ വീഡിയോസ്, പിന്നെ അധികം ലേറ്റ് ആവുകയാണെങ്കിൽ പിന്നെ ഉണ്ടാവില്ല. പിന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ ഇപ്പം നെറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മളന്ന് ഇടിവാളും അങ്ങനെ നമ്മുടെ ഡിവൈസുകൾ കുറച്ച് പോയി എന്നൊക്കെ അന്ന് പറഞ്ഞായിരുന്നല്ലോ വീഡിയോസിൽ. അപ്പം അതിൻ്റെ ഒരു ഇതുകൊണ്ട് നമ്മുടെ നെറ്റ് ഭയങ്കര സ്ലോ ഞാൻ വിചാരിക്കണ പോലെ ഒന്നും അപ്ലോഡിങ് ഒന്നും നടക്കണില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഇപ്പോൾ കുറച്ച് ഡിലേ ആവണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ, എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിച്ചോളൂ. നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് കമൻസാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ കമൻസ് വായിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പറ്റുന്ന പോലെയൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ എന്താ, നിങ്ങൾ ഫേസ്ബുക്കിലാണ്, നമ്മുടെ വൈഡ് വ്ളോഗ്സിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ, ഇതുവരെ ഫോളോ ചെയ്യാനാണ് വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും, ഇതുവരെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മുടെ യൂട്യൂബ് ചാനലാണെങ്കിൽ വൈഡ് വ്ളോഗ്സിൻ്റെ യൂട്യൂബ് ചാനലാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നതെങ്കിൽ, വീഡിയോസൊക്കെ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടും. ഇത് ചെയ്യാത്ത ആൾക്കാരോടായിട്ട് പറയണതാണ് കേട്ടോ. കാരണം മുമ്പൊക്കെ ഞാൻ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇതൊക്കെ പറയുമ്പോൾ കമൻസൊക്കെ വരാറുണ്ട്, എന്തിനാണ് എപ്പോഴും പറയണേന്നൊക്കെ. ഇതുവരെ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് പറയണത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതൊക്കെ ചെയ്തോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയെങ്കിലുള്ള രീതിയിലൊക്കെ അറിയിച്ചോളൂ കേട്ടോ. പിന്നെന്താ, എൻ്റെ ഡെയിലി ലൈഫിലത്തെ വിശേഷങ്ങൾ, എൻ്റെ കുക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ചാനലിൽ ഉണ്ടാവുക. ഞങ്ങളുടെ ഫാമിലി, എൻ്റെ വിശേഷങ്ങൾ, കുക്കിംഗ്, അങ്ങനെ അതൊക്കെ തന്നെയാണ് കേട്ടോ. ഡെയിലി ലൈഫിലത്തെ വിശേഷങ്ങളാണ്. പിന്നെന്താ, പിന്നെ സ്റ്റീവ് എണീറ്റ് കഴിയുമ്പോൾ, ഇപ്പോൾ ഗ്രേസ് ഇല്ലാത്ത കാരണം സ്റ്റീവ് അങ്ങനെ വലിയ വാശി പിടിക്കണമെന്നില്ല. വാശി മീൻസ് അങ്ങനെ അധികം അവന് വാശിയൊന്നും ഇല്ല. എന്നാലും ചേച്ചീനെ കാണാണ്ടാവുമ്പോൾ ചെറിയൊരു അന്വേഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ദിവസം എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വൈഡ് വ്ളോഗ്സിൽ സനചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു റിയൽ ലൈഫിൽ വീഡിയോസ് വീണ്ടും ഇട്ട് തുടങ്ങിയാലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അവിടെയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല അടിപൊളി വെയിലുണ്ട് കേട്ടോ. മഴ അങ്ങനെ ഭയങ്കരമായ മഴയൊന്നും ഇപ്പം 2 ദിവസമായിട്ടില്ല. ഇനി നാളെ എങ്ങനെയാവുമെന്ന് അറിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട്. വലിയ കാര്യമായിട്ട് നടക്കണില്ല, കാരണം സ്റ്റീവിൻ്റെ പിന്നാലെയാണ് അവൻ. ഓരോ സാധനങ്ങൾ എന്താ പറയുക, അങ്ങട് ഓട്ടവും ഇങ്ങട് ഓട്ടവും നടന്നു തുടങ്ങിയപ്പോൾ അവൻ്റേതായ ഒരു ഓട്ടപ്പാച്ചിലുള്ളതുകൊണ്ട് എൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ഇച്ചിരി പെൻഡിങ് വരുന്നുണ്ടെങ്കിലും ഇച്ചിരി വെയിലുള്ളതുകൊണ്ട് കുറച്ച് പണികളും നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റീവൊക്കെ എഴുന്നേറ്റ് ഞങ്ങൾ ഹാളിൽ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കണേ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ടിന് താങ്ക് യു. ബൈ ബൈ.